Second question, what is the area of the square in the picture? What is the length of its sides? നമുക്കിതിൽ എന്താണ് ഒരു റൈറ്റ് ആംഗിൾ അല്ലേ, റൈറ്റ് ട്രയാങ്കിൾ വിത്ത് സ്ക്വയർ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ എന്താ തന്നിരിക്കുന്നത്, ഒരു ബേസ് തന്നിട്ടുണ്ട്, പിന്നെ എന്താ തന്നിരിക്കുന്നത്, ഒരു ഹൈപ്പോട്ടനസും തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഏത് ഫോർമുല വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം, ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയറിൻ്റെ ഫോർമുല വെച്ചിട്ട് യൂസ് ചെയ്യാം. ഇനി അപ്പോൾ എങ്ങനെ വരിക, നമ്മൾ വരച്ചു റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയറിൻ്റെ ഫോർമുല എന്താണ്, ഹൈപ്പോട്ടനസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. ഇവിടുത്തെ ഹൈപ്പോട്ടനസ് സ്ക്വയർ എന്ന് പറയുന്നത് 3.5 cm ആണ്. അപ്പോൾ 3.5 സ്ക്വയർ മൈനസ് ബേസ് 1.5 സ്ക്വയർ. കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ എത്ര വരിക, 3.5 സ്ക്വയർ എന്ന് പറയുമ്പോൾ 12.25 മൈനസ് 1.5 സ്ക്വയർ 2.25. ദെൻ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 10 കിട്ടും. ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈക്വൽ ടു 10, സോ ഓൾട്ടിറ്റ്യൂഡ് ഈക്വൽ ടു √10. അപ്പോൾ ഓൾട്ടിറ്റ്യൂഡ് തന്നെയാണ് എന്തായിട്ട് വരുന്നത്, ഇവിടെ സ്ക്വയറിൻ്റെ സൈഡായിട്ട് വരുന്നത്. അപ്പോൾ സൈഡ് ഓഫ് ദ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്, √10 ആണ്. സൈഡ് ഓഫ് ദ സ്ക്വയർ √10 cm. ദെൻ ഏരിയ ഓഫ് സ്ക്വയർ, സ്ക്വയറിൻ്റെ ഏരിയ കാണാനുള്ള ഫോർമുല എന്താണ്, എ സ്ക്വയർ ഈക്വൽ ടു എന്താ വരിക, √10 ഇൻറ്റു √10 ഈക്വൽ ടു 10 cm സ്ക്വയർ. 10 സ്ക്വയർ ഏരിയ ആണ് വരുന്നത്. ഓക്കെ.